ഇടുക്കിയിൽ രണ്ടിടങ്ങളിലാണ് കാട്ടാന ഇറങ്ങിയത്. വീട്ടമ്മയെ ചവിട്ടിക്കൊന്ന കാഞ്ഞിരവേലിയിൽ ഇന്നിറങ്ങിയത് ഒറ്റക്കൊമ്പനാണ്. 4 ഏക്കറോളം കൃഷി ഈ ആന നശിപ്പിച്ചു. മൂന്നാറിലെ സെവൻമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിൽ കട്ടക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള ആന ഇന്നിറങ്ങി. ജെനിസ് രാജുണ്ട് വിവരങ്ങളുമായി. ജെനി, കാഞ്ഞിരവേലിയിൽ ഇറങ്ങിയ ആന തിരികെ കയറി പോയിട്ടുണ്ടോ? അവിടുത്തെ ഒരു ഭയം ഇപ്പോഴും നാട്ടുകാരെ വിട്ടുമാറിയിട്ടില്ലല്ലോ. അപ്പം മൂന്നാറിലും തീർച്ചയായിട്ടും ദിവിഷ്, ഈ കാഞ്ഞിരവേലിയിലെ ആളുകൾ കുറച്ച് ഭയപ്പാടിലാണ്. കാരണം അവിടെ സ്ഥിരം ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഈ കാഞ്ഞിരവേലി എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇന്ദിര എന്ന് പറയുന്ന വൃദ്ധയെ അവിടെ കാട്ടാന ചവിട്ടിക്കൊന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭീതി അവിടെ നിന്ന് മാറിയിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും അവിടെ കാട്ടാന എത്തുകയും രാത്രി മുഴുവൻ ആ പ്രദേശത്ത് നിലയുറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഏതാണ്ട് 4 ഏക്കറോളം കൃഷി അവിടെ നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ പ്രധാനമായും ഈ കാട്ടാന ശല്യം കാരണം മറ്റ് കൃഷികളൊന്നും ചെയ്യുന്നില്ല. തെങ്ങും അതോടൊപ്പം തന്നെ കമുകും ഉൾപ്പെടെയുള്ള കൃഷികളാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ ആ കൃഷിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൂന്നാറിലും സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. മൂന്നാറിൽ ആന ഇറങ്ങുകയും കട്ടക്കൊമ്പൻ, പുതിയതായിട്ടാണ് ആളുകൾ ആ പേര് നൽകിയത്, ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആനയല്ല. അപ്പോൾ കട്ടക്കൊമ്പൻ എന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് ആ ആനയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ആ ആനയാണ് അവിടെ രാവിലെ എത്തിയത്. സെവൻമല പാർവതി ഡിവിഷനിലാണ് രാവിലെ 8 മണിയോടെ കാട്ടാന എത്തിയത്. കാട്ടാന ജനവാസ മേഖലയ്ക്ക്, അതായത് ലയങ്ങളൊക്കെ ഉള്ള ഭാഗത്തേക്ക് എത്തുകയും ആളുകൾ ചിത്രങ്ങളൊക്കെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ, വീഡിയോ ചിത്രീകരിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ അല്പം പ്രകോപിതനാവുകയും ചെയ്തു. അതിനുശേഷം ആന ഈ എസ്റ്റേറ്റ് റോഡിലൂടെ നടന്ന് ഈ തേയിലത്തോട്ടത്തിനകത്തേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് സമീപത്ത് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരുന്നെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ വേനൽ കടുക്കുന്ന ഒരു സമയമാണ്. പല സ്ഥലത്തും വെള്ളത്തിൻ്റെ ക്ഷാമ അനുഭവം, നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ചെറിയ നീൽച്ചാലുകളൊക്കെ വറ്റി താഴ്വരകളിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ജലസ്രോതസ് എന്ന് പറയുന്ന അവസ്ഥയിലുള്ള വെള്ളം കുടിക്കാനുള്ളത്. കൂടാതെ ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഈ പുൽമേടുകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭക്ഷണം തേടി ആനകൾ ഈ വനത്തിനുള്ളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പുൽമേടുകളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തി അവിടെ കൃഷി ചെയ്തിരിക്കുന്ന വിളവുകൾ ആഹാരമാക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. കാഞ്ഞിരവേലി ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് അതൊക്കെയാണ് സംഭവിക്കുന്നത്. കാരണം പെരിയാറാണ് ഒരു വശത്തുള്ളത്. പെരിയാറിലേക്ക് പോകുന്നതിനൊക്കെയായി കാട്ടാനകൾ വരികയും അവിടെ അതിനുള്ള ഭക്ഷണം കാണുമ്പോൾ അത് അവിടെ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കാഞ്ഞിരവേലിയിൽ വന്ന് ജനവാസ മേഖലയിൽ നിന്ന് ആനയെ ഓടിച്ച് RRT സംഘം മടക്കി അയച്ചിട്ടുണ്ട്. പക്ഷേ ആന വീണ്ടും അങ്ങോട്ടൊക്കെ എത്താനാണ് സാധ്യത. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ ഇടുക്കിയിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സർവകക്ഷി യോഗത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. RRT സംഘത്തെ കൂടുതലായി വിന്യസിക്കുമെന്നതടക്കമുള്ള തീരുമാനങ്ങളാണ്. കൂടാതെ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമേ ഈ നടപടികൾ കൊണ്ടൊക്കെ ആവുന്നുള്ളൂ. പ്രശ്നം പരിഹരിക്കേണ്ടത് അത് കുറച്ചുകൂടി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് ആനകൾ വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതുണ്ടാകുമെന്നാണ് കരുതുന്നത്. ശരി, ജെനിസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.